മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്താ? ഇവരെല്ലാം വർഗീയ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. പക്ഷേ മുസ്ലിം ലീഗ് UDF-ൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. UDF-ൽ മുസ്ലിം ലീഗ് സാറ്റിസ്ഫൈഡ് ആണ് താനും. UDF-ൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഡെപ്യൂട്ടി CM സ്ഥാനം ക്ലെയിം ചെയ്യുന്നതിന് അർഹതയുണ്ടതാനും, അതിലും സംശയമൊന്നുമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ള പാർട്ടിയാണ്. അവർ കടുത്ത നിലപാടിലേക്ക് പോയാൽ പിന്നീട് കോൺഗ്രസ് കേരളത്തിലില്ല. കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതായെന്ന് പറഞ്ഞാൽ തെലങ്കാന പോയി, കർണാടക പോയി, ഇന്ത്യ പോയി. രാജ്മേ നമസ്കാരം. നമസ്കാരം. മുസ്ലിം ലീഗ് കുറച്ച് അധിക ദിവസമായിട്ട് ഭയങ്കര വലിയൊരു മൗനത്തിലാണ്. അതായത് എന്തെങ്കിലുമൊക്കെയുള്ള വലിയൊരു പൊട്ടിത്തെറിക്ക് മുമ്പേ ഉള്ള ഒരു നിശബ്ദതയാണോ മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങളിലൊന്നും ഒരു കൃത്യമായ ഒരു നിലപാട് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായിരിക്കും ഈ നിശബ്ദതയ്ക്ക് കാരണം? ഈ നിശബ്ദത തന്നെയാണ് നിലപാട് കൃത്യമായ നിലപാട് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള CP പറഞ്ഞ വാക്കിനെ ഖണ്ഡിക്കുകയാണ്. കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണോ എന്ന് വെച്ചാൽ ആണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെ വരെ പോകുന്നു എന്നുള്ളത് നോക്കുക. അതേസമയം PK ഫിറോസ് ഉൾപ്പെടെയുള്ള എല്ലാവരോടും അവർ വളരെ കർശനമായി മുസ്ലിം ലീഗ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിലമ്പൂര സമയത്ത് തന്നെ യൂത്ത് ലീഗിൻ്റെ ഇടയിൽ നിന്നും KMCCയുടെ ഇടയിൽ നിന്നും ഒക്കെയാണ് എനിക്കടക്കം ഞാൻ പറഞ്ഞില്ലേ വിളികൾ വന്നു എന്നുള്ളത് പറഞ്ഞത്. റീൽസ് ഇട്ട് കളിച്ചപ്പോൾ ഫിറോസ് കൂടെ പോയപ്പം ഫിറോസിനോട് പയ്യന്മാരിട്ട് കൊടയേ ചെയ്തേ അമ്മാതിരി കുടച്ചിലാണ് കുടഞ്ഞേക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിരുന്നോളാനാണ് പറഞ്ഞത്. ഇവിടെ ഞങ്ങൾ പണിയെടുത്തോളാം, ഇവിടെ അവരുടെ കൂടെ നടക്കാനാണെങ്കിൽ ഇവിടെ വരണ്ട, നിങ്ങൾ വീട്ടിൽ പോയിരുന്നോളാൻ പറഞ്ഞു. മുസ്ലിം ലീഗ് മതേതര സംഘടനയാണ്, വർഗീയ പാർട്ടിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളതാരാ? MP ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗുമായിട്ട് അടവ് നയം 2000-ൽ ഉണ്ടാക്കിയതാരാ? CPM ആണ് ഉണ്ടാക്കിയത്, അടവ് നയം ഉണ്ടാക്കിയത്. അത് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും കൂടി വഹാബിൻ്റെ വീട്ടിലിരുന്നിട്ട് കൈ കൊടുത്തിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അങ്ങനെയാണ് പല പഞ്ചായത്തുകളും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും LDF-ഉം ലീഗും കൂടെ മുന്നണിയായിട്ട് മത്സരിക്കുന്നത്, കോൺഗ്രസിനെ ഔട്ടാക്കുന്നത്. അപ്പം ഒരു അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടില്ല. അതുമാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പേരിൽ ഒരു മുസ്ലിം ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും മുസ്ലിം ഉണ്ടോ? എന്തെങ്കിലും വർഗീയതയുണ്ടോ? ഒന്നുമില്ലല്ലോ. ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്കകത്ത് വെൽഫെയർ അല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും വർഗീയതയില്ലല്ലോ. എന്ന് പറയുന്നത് പോലെയുള്ള സംഭവമാണിത്. മുസ്ലിം എന്നുള്ള പേരുണ്ട് അന്ന്. അതായത് പിന്നെ അവിഭക്ത ഇന്ത്യക്കകത്ത് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ചേരുമ്പോൾ അന്നും മുസ്ലിം ലീഗ് ഉണ്ട്. അന്ന് മുസ്ലിം ലീഗും നാഷണൽ കോൺഗ്രസും എല്ലാം കൂടെ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് പോരടിച്ചവരാ. പക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഇവിടെ ഞങ്ങൾ ജനിച്ച മണ്ണിൽ തന്നെ നിൽക്കുകയും മുസ്ലിങ്ങൾക്കായിട്ടുള്ള പ്രത്യേക രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രത്തിലേക്ക് പോകണ്ട, അതിന് പകരം അങ്ങനെ ഞങ്ങൾക്ക് മതപരമായിട്ട് രാഷ്ട്രം വേണ്ട, ഞങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഇടയിൽ കൂടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടെ തുടർന്ന മുസ്ലിങ്ങളുടെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കുണ്ട്, സ്വത്ത് അവർക്കുണ്ട്, അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ തന്നെ ഇന്ത്യയിൽ അങ്ങനെ അല്ലാത്ത എത്രയോ വലിയ നേതാക്കന്മാർ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ ആലുവയിൽ നിന്ന് ഉണ്ടായിരുന്ന 5 പ്രാവശ്യം MLA ആയ K മുഹമ്മദ് അലി, അതേപോലെ തന്നെ അരിയണം മുഹമ്മദ്, തലേക്കുന്നിൽ ബഷീർ, MM ഹസൻ, നമ്മുടെ PP ഉമ്മർ കോയ പഴയ മന്ത്രി, ഇപ്പോൾ ഉള്ളവർ തന്നെ ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ എടുത്ത് നോക്കുമ്പോൾ BRM ഷഫീർ തൊട്ട് ആലുവ MLA അൻവർ സാദത്ത് തൊട്ട് അങ്ങനെ T സിദ്ദീഖ് തൊട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഉടായ്പ ടീം വേറെ ഇടത്തുണ്ടെങ്കിലും അവനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല, അതിനകത്ത് കൂട്ടുന്നില്ല. അവന് പിന്നെ വർഗീയവാദിയാണോ, അവന് വേറെ അസുഖമാണോ, ഞരമ്പ് രോഗിയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വ്യത്യസ്തമായ ഒരു വികൃതമായ ജന്മങ്ങളിലൊന്നാണ്. അവനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ എത്രയോ നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് DCC പ്രസിഡന്റ് ഷിയാസ്, എറണാകുളം പോലെയുള്ള ജില്ലയ്ക്കകത്ത് മുസ്ലിം പിന്നെ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അവിടെ ഷിയാസാണ് DCC പ്രസിഡന്റ്. പറഞ്ഞു പൂർത്തീകരിച്ചിട്ട് മലപ്പുറം ജില്ല പോലെയുള്ള ജില്ലയ്ക്കകത്ത് DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ജോയിയാണ് DCC പ്രസിഡന്റ്. അപ്പോൾ ആ രീതിയിൽ തന്നെ കോൺഗ്രസിനകത്തുള്ളതുപോലെ തന്നെ മുസ്ലിം ലീഗിനകത്തും സെക്യുലർ ആയിട്ടുള്ള നേതാക്കന്മാരാണ് കൂടുതലായിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്താ? ഇവരെല്ലാം വർഗീയ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ സെക്യുലറിസത്തിൽ കേരളത്തിലെ ആർക്കും യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ മുസ്ലിം ലീഗ് UDF-ൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. UDF-ൽ മുസ്ലിം ലീഗ് സാറ്റിസ്ഫൈഡ് ആണ് താനും. UDF-ൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഡെപ്യൂട്ടി CM സ്ഥാനം ക്ലെയിം ചെയ്യുന്നതിന് അർഹതയുണ്ടതാനും, അതിലും സംശയമൊന്നുമില്ല. CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. CH മുഹമ്മദ് കോയയുടെ കോൺട്രിബ്യൂഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് പേരെ പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും EMS പൂരിപ്പാട്ടിനെയും ഒക്കെ പറയുന്നത് പോലെ തന്നെ ഒട്ടും ചെറുതല്ലാത്ത പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് CH മുഹമ്മദ് കോയ. പ്രത്യേകിച്ചും പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ലീഗ് യോഗത്തിൽ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുകയും എൻ്റെ കുട്ടികൾ എന്താ ചെയ്യുന്നത്, പെൺമക്കളെ 8ാം ക്ലാസ് പഠിപ്പിക്കണം, അവരെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലാതെ രാഷ്ട്രീയമല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസിന് മുസ്ലിം ലീഗിനേക്കാൾ താഴെയുള്ള ഒരു സീറ്റാണ് ലഭിക്കുന്നതെങ്കിൽ
അതങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതുകൂടാതെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോട് കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾക്കകത്ത് പരിപൂർണമായ വസ്തുതകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ സീറ്റുകൾ വെച്ചു മാറാനും എത്ര സീറ്റ് മത്സരിക്കുന്നു എന്നതല്ല, എവിടെയൊക്കെ ഏതൊക്കെ പാർട്ടിയുടെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിന്നാൽ വിജയസാധ്യത എന്നുള്ളതാണ്. ഇനി ഒരു 5 വർഷവും കൂടെ ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന കാര്യം അവർ ആലോചിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കൂടെ ഭരണത്തിന് പുറത്ത് നിന്നാലും മുസ്ലിം ലീഗിന് ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. അവരുടെ എല്ലാ സീറ്റിലും കയറിയിട്ടൊന്നും ഇടതുമുന്നണി എങ്ങനെയൊക്കെ തലകുത്തി പറഞ്ഞാലും അവർക്ക് പിടിക്കാൻ പറ്റാത്ത സീറ്റുകൾ അവർക്ക് ഒത്തിരിയുണ്ട്. പിന്നെ റഷ്യൻ വിപ്ലവത്തെക്കാൾ വലിയ വിപ്ലവം നടന്നാലും ഈ സീറ്റുകളിലൊന്നും വലിയ കുലുക്കമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടപ്പെട്ട ചില സീറ്റുകൾക്ക് പകരം എറണാകുളം ജില്ലയിൽ പോലും വേറെ സീറ്റുകൾ പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട്. അപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, അവർക്ക് സഹകരണ സ്ഥാപനങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. അവർ സർവൈവ് ചെയ്യും. പക്ഷേ അധികാരം വന്നില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാണ്ടാവും കേരളത്തിൽ. അവന്മാർക്ക് ഞാൻ പറഞ്ഞില്ല, വണ്ടിക്ക് എണ്ണടിക്കാൻ പൈസ ഉണ്ടാകത്തില്ല. കോൺഗ്രസ്സുകാരെല്ലാം കൂടെ പിച്ചച്ചട്ടി എടുത്ത് ഇങ്ങനെ നിൽക്കേണ്ടി വരും ഇങ്ങനെ നിന്നിട്ട്. ആ അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥയിലേക്ക് UDF പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മുസ്ലിം ലീഗ് കൂടെ വേണ്ടി വരും. മുസ്ലിം ലീഗ് ഒന്നാം കക്ഷിയായിട്ട് വന്നാൽ മുസ്ലിം ലീഗ് പ്രതിപക്ഷ നേതാവും. കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അത് UDF-നെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗ് എന്താണ് ഒരു നിലപാട് സ്വീകരിക്കാത്തത്? മുസ്ലിം ലീഗ് ഞാൻ പറയട്ടെ, ഈ പോക്കിൽ ഇവർ പോവുകയാണെങ്കിൽ ഇവർ ഈ തമ്മിൽ കളിച്ച് ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ഈ ഷാഫി പറമ്പിലിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ ഷാഫി പറമ്പിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. എന്നിട്ട് പോലും അതിനകത്ത് പ്രതിരോധിക്കാനോ വല്ലാതെ കവചം തീർക്കാനോ വാക്കുകൾ കൊണ്ടെങ്കിലും പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തയ്യാറാവുന്നുണ്ട്. ശ്രദ്ധിച്ചോ സിബി? അത് ആ കാര്യത്തിൽ അവരെ സൈബർ അണികൾ നിശബ്ദരാണ്. അവരാരും ഇത് ഏറ്റുപിടിക്കാൻ പോകുന്നില്ല. അവർ പേഴ്സണലായിട്ട് നമുക്കൊക്കെ മെസ്സേജ് അയക്കുന്ന പല ആൾക്കാരും, നമ്മളെ വിളിച്ച് സംസാരിക്കുന്ന, വാട്സപ്പിൽ വിളിച്ച് സംസാരിക്കുന്ന നേതാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർ പോലും പറയുന്ന ഒന്ന് മയപ്പെടുത്ത് എന്നുള്ളത് അല്ലാതെ ഇവരെ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 1952 മുതൽ 47 സ്വാതന്ത്ര്യം കിട്ടുന്ന 52-ലെ ലോക്സഭാ വോട്ട് ഇന്ന് വരെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗിന് പ്രതിനിധികളുണ്ട്. കേരളത്തിൽ നിന്ന് 2 എല്ലാ കാലത്തും ഫിക്സഡ് ആയിരുന്നു. ഒരു തവണ 2004 മാത്രം കേരളത്തിൽ നിന്ന് 2 എന്നുള്ളത് ഒന്നായിട്ട് ചുരുങ്ങിയപ്പോഴും അവർക്കൊന്ന് തമിഴ്നാട്ടിൽ നിന്ന് വെല്ലൂരി കിട്ടി. അപ്പോഴും 2 പാർലമെന്റ് അംഗങ്ങളുണ്ട്, ലോക്സഭയിലുണ്ട്. മുസ്ലിം ലീഗിന് ഇപ്പം നിലവിലും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഉണ്ട്. അവർക്ക് 3 പേര് ലോക്സഭയിലുണ്ട്, രാജ്യസഭയിൽ പലരും ഉണ്ട്. ഇങ്ങനെയുണ്ട്. മുസ്ലിം ലീഗിന് സെക്യുലർ സർട്ടിഫിക്കറ്റിൽ ആവശ്യമില്ല. BJP-ക്കാർ പോലും ഈ വെള്ളാപ്പള്ളിയൊക്കെ പോയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നതല്ലാതെ BJP-യുടെ ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർ സൗകര്യത്തിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. മുസ്ലിം ലീഗിന്റെ വേദിയിൽ PS ശ്രീധരൻപിള്ള മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് BJP-ആയിട്ട് കൈ കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യും, ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുകയും ചെയ്യും. ഒരു സംശയം വേണ്ട സിവി. മുസ്ലിം ലീഗിനെ അക്കോമഡേറ്റ് ചെയ്യാൻ അവർ തയ്യാറാവും. മുസ്ലിം ലീഗിന് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കും. മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഒബേസിയെ കൊണ്ട് ചെയ്യിപ്പിച്ച അതേ പണി അവർ ചെയ്യിപ്പിക്കും. മുസ്ലിം ലീഗിന് ഒരു 10 സീറ്റ് ലോക്സഭയിലേക്ക് കിട്ടാനൊരു പണി ഉണ്ടാവില്ല. അവർക്കൊരു ക്യാബിനറ്റ് പദവി, ഒരു സഹമന്ത്രി സ്ഥാനവും കൊടുക്കും. മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. മുസ്ലിം ലീഗ് CPM-ആയിട്ട് കൈ കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഗോവിന്ദമാഷ് സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ ആദ്യം അവർ ഇൻവൈറ്റ് ചെയ്തതാ. CPM-ആയിട്ട് കൈ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിനോയ് മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും. മുന്നണിയിലത്തെ 2ാമത്തെ കക്ഷി മുസ്ലിം ലീഗാണ്. CPM-ഉം മുസ്ലിം ലീഗും കൂടെ ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജോസ് കെ മാണിയും കൂടെ കൂടിക്കഴിഞ്ഞാൽ CPI-ക്ക് വേണേ നിൽക്കാം, വേണമെങ്കിൽ പോകാമെന്നുള്ള അവസ്ഥയെത്തും. വേറെ ഒരു ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം പോലും കൊടുക്കണ്ട. INL എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബാബറി മസ്ജിദ് പൊളിച്ചപ്പം തീവ്രമായ നിലപാടെടുത്തില്ല. ഏത്? അവിടെ ബാബറി മസ്ജിദ് പൊളിച്ചതിന് പകരം ഇവിടെ ഗുരുവായൂർ അമ്പലമോ ശബരിമലയോ പൊളിക്കാൻ പോയില്ലെന്ന് പറഞ്ഞതിൻ്റെ മലയാളം. അങ്ങനെ മുസ്ലിം ലീഗിന് വർഗീയ തീവ്രതയില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുപോയ ടീമാണ് INL. ആ INL-ന്റെ ഇടതുമുന്നണി കൂടെ കൂട്ടിയത് വൃത്തികളാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. PDP-ആയിട്ട് ഇടയ്ക്ക് സഹകരിക്കാൻ പോയതും വൃത്തികളാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. മദനിക്ക് കൈ കൊടുക്കാൻ പോയതും വൃത്തികളാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. മദനിയെ ന്യായീകരിച്ച് ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ വന്നിട്ടുണ്ടോ? അതിനൊരു രാഷ്ട്രീയ വിഷയമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. 2, ഇവിടെ ഈ പറയുന്ന മുസ്ലിം വേട്ട എന്ന് ഈ മൗദൂദി പത്രവും മുക്കാൽവാൺ ചാനലും ഈ സുളാപ്പികളും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ. എന്തേ അങ്ങനെ മുസ്ലിങ്ങളെ വേട്ടയാടാനാണെന്നുണ്ടെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റുകളോ ഈ സംസ്ഥാന സർക്കാരുകളോ ഒന്നും എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം പോയിട്ട് മുസ്ലിങ്ങളെ നിലയ്ക്ക് നിർത്താറാണെങ്കിൽ പാണക്കാട് കൊടപ്പനക്കുന്ന് തറവാട്ടിൽ പോയിട്ട് തങ്ങന്മാരെയും പിടിച്ചുകൊണ്ടിട്ട് തീർ ജയിലിട്ടാൽ പോരെ? കഴിഞ്ഞില്ലേ? കഥ കഴിഞ്ഞില്ലേ? ഇവരുടെ കഴിഞ്ഞില്ലേ? അപ്പം അങ്ങനൊരു ഉദ്ദേശം അവർക്കില്ല. മുസ്ലിം ലീഗ് ജനാധിപത്യപരമായ ഇവിടുത്തെ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് മതേതരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ യാഥാസ്ഥിതികതയ്ക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചിട്ടുള്ള സിനിമകളിലൂടെയും വാക്കുകളിലൂടെയും പ്രതികരിച്ചിട്ടുള്ള ആര്യാട ഷൗക്കത്തിന് വേണ്ടി കയ്യും മെയ്യും മറന്ന് അവിടെ പ്രവർത്തിച്ച് വിജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റിലെ 80% അവകാശപ്പെട്ട് മുസ്ലിം ലീഗുകാരാണ്. അപ്പം അങ്ങനെയുള്ള മുസ്ലിം ലീഗ് CPM-ആയിട്ട് കൈ കൊടുക്കാൻ തീരുമാനിച്ചാൽ കൈ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചതായിരിക്കും. പിന്നെ കോൺഗ്രസ്സുകാർ ഞാൻ പറഞ്ഞല്ലോ, അവർ ഈ പണി നിർത്തി പോവുക എന്നല്ലത്. അവർക്ക്
വേറെ പരിപാടിയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ള പാർട്ടിയാണ്. അങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇന്ന് കേരള രാഷ്ട്രീയത്തിനകത്ത് 2 പാർട്ടികൾക്കേ ഉള്ളൂ. എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഒരു ഇത്ര സീറ്റ് വരെ CPM കിട്ടും, നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇത്ര സീറ്റ് വരെ ലീഗിനും കിട്ടും. അത് പറയാൻ കഴിയുന്ന വേറെ ഒരു പാർട്ടിയും കേരളത്തിലില്ല എന്നുള്ളത് ആലോചിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകൾ പ്രസക്തമാണ്. KM ഷാജിയെയും MK മുനീറിനെയും പോലെയും പിന്നെ ഈ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾക്കെതിരെ ഇത്രയും രൂക്ഷമായി പ്രതികരിച്ചിട്ടുള്ള നേതാക്കന്മാർ, RSSകാർ പറയും അത് പിന്നെ അവർക്ക് വേറെ ഉദ്ദേശമെന്ന് പറയാം. മുസ്ലിം നേതാക്കന്മാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് യുവജനങ്ങളെ കൊണ്ടുവരുന്നതിനകത്ത്, പെൺകുട്ടികളെ കൊണ്ടുവരുന്നതിനകത്ത്, ഫാത്തിമ നജിമ തഫ്സീർ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരുന്നതിനകത്ത് മുൻകൈ എടുക്കുന്ന ഒരു പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് അവർ കടുത്ത നിലപാടിലേക്ക് പോയാൽ പിന്നീട് കോൺഗ്രസ് കേരളത്തിലില്ല. കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതായെന്ന് പറഞ്ഞാൽ തെലുങ്കാന പോയി, കർണാടക പോയി, ഇന്ത്യ പോയി എന്നുള്ളതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് മുസ്ലിം ലീഗ് കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കടുത്ത നിലപാടിലേക്ക് പോകണം. അതിനകത്ത് ഏകാഭിപ്രായം ഉണ്ടാവണം. അതിനകത്ത് ഒരുത്തൻ തെക്കോട്ടും ഒരുത്തൻ വടക്കോട്ടും ഒരുത്തൻ പടിഞ്ഞാറോട്ടും ഒരുത്തൻ പിന്നെ കിഴക്കോട്ടും പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ പൊടിയും തട്ടി അങ്ങ് പോകും. കോൺഗ്രസ് സ്വാഹ എന്ന് പറഞ്ഞ് പൊടിയും ഭരിച്ച് അവിടെ ഇരിക്കും. അത്രയേ ഉള്ളൂ.